abstract classes and abstract methods. Okay, module 2 le abstract classes എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കുക കംപ്ലീറ്റ് അല്ലാത്ത ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സിനാണ് നമ്മൾ എന്ത് പറയുക അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ അകത്ത് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു ഇൻകംപ്ലീറ്റ് ആയ ക്ലാസ്സിൻ്റെ അകത്ത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻസ് ഇവിടെ ഉണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, an abstract class may or may not contain abstract methods. An abstract class start with the keyword abstract. Okay, അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ അബ്സ്ട്രാക്റ്റ് കൊടുത്താൽ എന്തായി ആ ക്ലാസ് അബ്സ്ട്രാക്റ്റ് ആയി. അതായത് ക്ലാസ് ഇൻകംപ്ലീറ്റ് ആവാം. ഓക്കെ, ശരിക്കും ഇൻകംപ്ലീറ്റ് ആവാം, അല്ലാതിരിക്കാം, ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ നോർമലി ആ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആ ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഇവിടെ ക്ലാസ് ഡിക്ലെയർ ചെയ്യണം, ക്ലാസ് എംപ്ലോയി. അപ്പോൾ അതിന് അബ്സ്ട്രാക്റ്റ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒരു കീവേഡ് ഇവിടെ കൊടുത്ത് അബ്സ്ട്രാക്റ്റ്. അപ്പോൾ ഇത് ഇനി മുതൽ എന്തായി ഈ ക്ലാസ് അബ്സ്ട്രാക്റ്റ് ആണ്. അതായത് ഈ ക്ലാസ് ഇൻകംപ്ലീറ്റ് ആവാം. ഓക്കെ, ആവാം, ആവാതിരിക്കാം. ഇനി അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടോട്ടൽ ഫങ്ഷൻസ് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി ചേർക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി എക്സാമ്പിൾ. ഓക്കെ, ഫൈൻ. ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസിൻ്റെ സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ക്ലാസിൻ്റെ അകത്തുള്ള മെത്തേഡ്സ് എന്തായിരിക്കും, നോർമലി അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ മാറ്റാൻ പോകണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ഫങ്ഷൻസും ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ, കാരണം ഇതിന് എന്തില്ല, ബോഡി കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്തു, ഞാൻ ഓപ്പൺ ക്ലോസ് കൊടുത്തു. അപ്പോൾ ഇതിന് ബോഡി ഉണ്ട്. ഇപ്പോൾ ഈ മെത്തേഡ്സ് കംപ്ലീറ്റ് ആണ്, ഈ ഫങ്ഷൻസ് കംപ്ലീറ്റ് ആണ്. അതായത് ഇതിന് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ കംപ്ലീറ്റ് കാര്യം ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്ത് വിചാരിക്കാം, അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായി, ഇൻകംപ്ലീറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പേര് ഇവിടെ പറഞ്ഞു കൊടുക്കാം, അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതായത് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇനി അബ്സ്ട്രാക്റ്റ് അല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നോൺ അബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ, നോൺ അബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ അതെന്താണ്, അത് കംപ്ലീറ്റ് ആണ് അല്ലേ. കാരണം എന്താണ്, ഇതിന് ആൾറെഡി എന്ത് കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കോഡ് എഴുതാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കോഡ് എഴുതിയാലും ഇല്ലെങ്കിൽ അതെന്താ, കംപ്ലീറ്റ് ആണ്. ഇനി ഇങ്ങനെ നമ്മൾ പിന്നെ നോർമൽ അല്ലാത്ത, അതായത് കംപ്ലീറ്റ് അല്ലാത്ത മെത്തേഡ്സ് ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് ഉൾക്കൊള്ളുന്ന ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിന് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്നുള്ള കീവേഡ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എറർ കാണാൻ പറ്റും, അബ്സ്ട്രാക്ട് ടു ക്ലാസ് ഇസ് നോട്ട് abstract and does not override abstract method. അതായത് എന്താ വെച്ചാൽ ഇവിടെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഈ ക്ലാസ് ഉള്ളിൽ അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്ലാസ് എന്തായിരിക്കും, അബ്സ്ട്രാക്റ്റ് ആയിരിക്കണം. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അത്ര ആലോചിച്ചാൽ മതി, ഇൻകംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എന്തായിരിക്കണം, ഇൻകംപ്ലീറ്റ്. നമ്മൾ ഫോർമലി പ്രോഗ്രാമിംഗിൽ നമ്മൾ യൂസ് ചെയ്യൂല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, ഇൻകംപ്ലീറ്റ് ആണ് ഇത് ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്. ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമുക്ക് നേരെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെ ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സാമ്പിൾ 2ലേക്ക് വരികയാണ്. ഇനി നമ്മളിവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ നോക്കാം, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഓക്കെ, നമ്മളിവിടെ ഒരു ക്ലാസ്സിന്റെ ജസ്റ്റ് ക്ലാസിന്റെ പേരുണ്ടായിരുന്നു, അബ്സ്ട്രാക്റ്റ് ക്ലാസ് 2 എന്നുള്ള ഒരു പേരാണ്. അപ്പോൾ ഈ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, സാധാരണ നമ്മുടെ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമല്ലോ, നമുക്ക് അതിനുള്ള ഫംഗ്ഷൻസ് ഒക്കെ പറയാം. അപ്പം അബ്സ്ട്രാക്ട് ക്ലാസ് 2 obj is equal to new abstract class 2. ഓക്കെ, ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സാധാ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ന്യൂ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അതൊരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആണ്, അത് ഇൻകംപ്ലീറ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പം അതിനെ ഒന്നുകിൽ നമ്മൾ പിന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ കൂടി നടക്കണം. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടല്ലോ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യാം, അപ്പോൾ അപ്പോഴേ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതിനെ ഓവർറൈഡ് ചെയ്യാൻ നോർമലി പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പക്ഷേ കൺഫ്യൂഷൻ്റെ സാധ്യത ഉണ്ട് ഫസ്റ്റ് ടൈം. സോ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ
ഇതിനെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, അതായത് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. വേറൊരു ക്ലാസിന്റെ അകത്തേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യാം. അപ്പം സാമ്പിൾ എന്നുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ആരെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഈ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, abstract class 2 extends abstract class 2. Okay, abstract class 2 എന്നുള്ളത് നമ്മൾ ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്താലും നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത മെത്തേഡ്സ് ഉണ്ടല്ലോ, മുഴുവനാക്കാതെ കൊടുത്ത കുറച്ച് ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെ പിന്നെ ഉപയോഗിക്കണമെന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ് സാമ്പിൾ ക്ലാസ് അബ്സ്ട്രാക്ട് അല്ല. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇങ്ങനെ സാമ്പിൾ എസ് ഈക്വൽ ടു ന്യൂ സാമ്പിൾ എന്ന് കൊടുക്കും. അപ്പൊ ഇത് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രൊസീജിയർ കാണാൻ പറ്റും. എന്താണ്, സാമ്പിൾ ഇത് അബ്സ്ട്രാക്ട് അല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിന് അബ്സ്ട്രാക്ട് ആക്കണം. ഇതിന് അബ്സ്ട്രാക്ട് ആക്കലുള്ളതിനെ പ്രശ്നം എന്ത് ചെയ്യാം, ഇതിലുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അത് ഇവിടെ കംപ്ലീറ്റ് ആക്കുന്നില്ല, അത് എവിടെ ചെയ്യണം, എവിടെയാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് അവിടെ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ കൊടുക്കാം, എന്തായിരുന്നു ആ ഒരു ഫംഗ്ഷന്റെ പേര് നമ്മൾ നോക്കാം. ഓക്കെ, സബ്സ് ആണല്ലേ, സബ്സിലെ മെത്തേഡുകൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ സബ്സിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, ഒന്നുമില്ല, ആ ഫംഗ്ഷന്റെ പേര് അവിടെ അതേപോലെ എഴുതി. ഓക്കെ, അപ്പം അൺസപ്പോർട്ടഡ് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർ ടൈം ബീങ് നമുക്കത് ആവശ്യമില്ല. എത്ര നമ്മൾ ചെയ്തുള്ളൂ, ഓവർ റൈഡിൽ ഒരു കീവേഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, അത് നമുക്ക് അവിടെ ഒഴിവാക്കാം. അത് കൊടുത്താലും ഇല്ലെങ്കിൽ അവിടെ ഓവർ റൈഡിങ് ആണ് ചെയ്യുന്നത്. ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ പാരന്റ് ക്ലാസ്സിലെ ഏതെങ്കിലും ആളെ നമ്മൾ എന്ത് ചെയ്യണം, ഓവർ റൈഡ് ചെയ്യണം, അതിന് മാറ്റം വരുത്തണം. അത് ചേഞ്ച് ചെയ്യണം. പഴയ ആളെ പഴയ വേർഷൻ മാറ്റിയിട്ട് പുതിയ വേർഷൻ. പഴയ വേർഷൻ ഇവിടെ ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് ബ്ലാങ്ക് ആണ് അല്ലെ, കൊടുത്തിട്ടില്ല. അപ്പൊ അതിനെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മാറ്റം വരുത്തുകയാണ് ചെയ്യും. സബ്സ് എന്നുള്ള മാറ്റം വരുത്തുന്നത് നിർബന്ധമാണ്. കാരണം എന്താ, ഈ സബ്സ് എന്നുള്ള ഫംഗ്ഷന് ഈ മുന്നുള്ള ഈ ഒരു ക്ലാസ്സിൽ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടായിരുന്നില്ല, അതിന് പ്രത്യേകിച്ച് അതിന് ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, അബ്സ്ട്രാക്ട് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അബ്സ്ട്രാക്ട് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ക്ലാസ് എന്തായിരിക്കും, അബ്സ്ട്രാക്ട് ആയിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ആ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആ അബ്സ്ട്രാക്ട് ക്ലാസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് ആ ക്ലാസ്സിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു. ഇൻഹെറിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഈ ഒരു അതിൻ്റെ അകത്ത് വരുന്ന അബ്സ്ട്രാക്ട് ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സും എന്ത് ചെയ്യണം, ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയാം. അതായത് ഇവിടെ അതിന് ഡെഫിനിഷൻ കൊടുക്കണം. പിന്നെ നമ്മൾ വേറെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ വീണ്ടും വേറെ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ പബ്ലിക് abstract void function hi ജസ്റ്റ് ഒരു വേറെ മെത്തേഡ് ഇവിടെ കൊടുത്തു. ഇതൊരു മെത്തേഡാണ് ഫംഗ്ഷൻ ഹായ് എന്നതിന്റെ പേര്. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇവിടെ ഒരു എറർ കാണിക്കും. എന്താണ്, ഇതിന്റെ അകത്തുള്ള എല്ലാ ഫംഗ്ഷൻ ഹായ് എന്നുള്ള മെത്തേഡിന് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. നമ്മളിവിടെ എന്ത് ചെയ്യാൻ മതി, ഫംഗ്ഷൻ ഹായ് എന്നുള്ള മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഫംഗ്ഷന് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ള ഫംഗ്ഷന്റെ പേര് ഇവിടെ പബ്ലിക് വോയിഡ് ഫംഗ്ഷൻ ഹായ്. ഇവിടെ പിന്നെ നമ്മൾ കീവേഡ് യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഹായ്. ഓക്കെ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് സബ്സ്. നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോർമലി യൂസ് ചെയ്യുന്ന പോലെ ആ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് വരിക എസ് ഡോട്ട് ഫംഗ്ഷൻ ഹായ്. ഓക്കെ, ഫംഗ്ഷൻ ഹായ് എന്ന് കോൾ ചെയ്തു. അപ്പോൾ ആ ഫംഗ്ഷൻ റൺ ചെയ്യും. ഓക്കെ, റൺ ചെയ്ത് ഹായ് മെസ്സേജ്. ഓക്കെ, എസ് ഡോട്ട് സബ്സ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്താൽ അതും എന്ത് ചെയ്യും, വർക്ക് താഴെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും, ഹായ് എന്ന് സബ്സ് കാണാൻ പറ്റും. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ക്ലാസ്സിന്റെ കൂടെ തന്നെ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത, അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്ലാസിന്റെ ഡെഫിനിഷന് മുന്നേ അബ്സ്ട്രാക്ട് കീവേഡ് ഉണ്ടാവും. എപ്പോഴാണ് ഒരു ക്ലാസ് അബ്സ്ട്രാക്ട് ആക്കേണ്ടി വരിക, ആ ക്ലാസിന്റെ അകത്ത് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതിന് എന്താണ് അബ്സ്ട്രാക്ട് ആക്കി മാറ്റണം. ഇനി ഇല്ലാന്ന് വിചാരിക്കാം, അപ്പൊ ഇത് രണ്ടും ഇല്ലാന്ന് വിചാരിക്കാം, ഇത് രണ്ടും അബ്സ്ട്രാക്ട് അല്ലാന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കാം, നമ്മളതിന് ഡെഫിനേഷൻ കൊടുക്കുന്നത് നിർബന്ധമാണ് അല്ലെ.
അപ്പോൾ ഇവിടെ എററായിട്ട് കാണിക്കും. ഇതിന് ഇതില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി ആ പ്രശ്നം സോൾവ് ആയി. ഓക്കെ, നോർമലി നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ്സിന്റെ ആവശ്യം വരിക നമുക്ക് ചില സമയത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഫുൾ എല്ലാ ഫംഗ്ഷൻസും ഡിഫൈൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗെയിം ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ് കുറച്ച് അതിൽ ഫംഗ്ഷൻസ് നിങ്ങൾ ഡിഫൈൻ ചെയ്തു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്രൊജക്ട് മാനേജറാണ്, ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ പേഷ്യന്റിന്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ഡോക്ടേഴ്സിനെ മാനേജ് ചെയ്യാൻ ഡോക്ടേഴ്സിന്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആഡ് ഡോക്ടർ, റിമൂവ് ഡോക്ടർ എന്നുള്ള ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്ഡേറ്റ് ഡോക്ടർ, ഓക്കെ, അപ്ഡേറ്റ് ഡോക്ടർ പേഷ്യൻസ്, അപ്ഡേറ്റ് ഡോക്ടർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതി. അപ്പോൾ അത് ചില ഫംഗ്ഷൻസിന് എല്ലാ ഡെഫിനേഷൻ നിങ്ങൾ എഴുതി, ചില ഫംഗ്ഷൻസ് നിങ്ങൾ ഡെഫിനേഷൻ എഴുതിയില്ല. അപ്പോൾ ആ ഫംഗ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യും, അതവിടെ ഇൻകംപ്ലീറ്റ് ആക്കി വെക്കും, അതായത് അബ്സ്ട്രാക്ട് ആക്കി വെക്കും. ഓക്കെ, ആസ് എ പ്രൊജക്ട് മാനേജർ ഒരു എക്സാമ്പിൾ പറയണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ സബോർഡിനേറ്റ് ഉണ്ടാവും, നിങ്ങളുടെ പ്രൊജക്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഈ ക്ലാസ് നിങ്ങൾ പാസ് ചെയ്യും, മോഡൽ കൊടുക്കും. അപ്പോൾ ആൾറെഡി അതിൽ കുറച്ചുള്ള ഫംഗ്ഷൻസ് അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ചിലതൊന്നും ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ആ ഫംഗ്ഷൻസിന്റെ പേര് അതിലുണ്ട് അല്ലെ, ഫംഗ്ഷന്റെ പേര് അതിലുണ്ട്. അപ്പോൾ ഫംഗ്ഷന്റെ പേര് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത്. അതിന് ഇൻപുട്ട് ആയിട്ട് എന്ത് വരും, അതിന് ഇൻപുട്ട് ആയിട്ട് എന്തൊക്കെ പാരാമീറ്റേഴ്സ് വരും, അത് പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ പറയാം, ഗെറ്റ് പേഷ്യന്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ അവർക്ക് മനസ്സിലായി പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എന്ന ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇൻസേർട്ട് പേഷ്യന്റ് ഡീറ്റെയിൽസ് എന്ന വേറെ ഫംഗ്ഷൻ. ഓക്കെ, റിമൂവ് പേഷ്യന്റ്. ഓക്കെ, അങ്ങനെ കുറെ ഫംഗ്ഷൻസ്. അപ്പൊ ആ ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് വെച്ചിട്ട് ആ മോഡൽ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യണ ആൾക്കുള്ളൂ. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാം, നേരെ ആ ഒരു ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിനെ അയാളുടെ ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡിഫൈൻ ചെയ്യാത്ത, അതായത് ഇവിടെ അബ്സ്ട്രാക്ട് ആക്കി ഇൻകംപ്ലീറ്റ് ആക്കി വെച്ച ഫംഗ്ഷൻസ് നിർബന്ധമായിട്ടാണ് എന്ത് ചെയ്യണം, ഇവിടെ അതിനെ പരിഹരിച്ച് അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ അകത്തുള്ള കോഡ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, എഴുതണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് അതിനുണ്ട്. അത് പ്രൊജക്ട് മാനേജർ സപ്പോർട്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, അപ്പൊ നമ്മൾ നോർമലി ഒരു ക്ലാസ് ഉപയോഗിക്കുമ്പോൾ പല പാക്കേജുകൾ ഉപയോഗിക്കും, അവിടെ എന്ത് വരും, ഈ അബ്സ്ട്രാക്റ്റിന്റെ ആവശ്യം വരും. ഓക്കെ, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ആണ്, ബട്ട് പാർഷ്യലി ഇൻകംപ്ലീറ്റ് ആണ് അബ്സ്ട്രാക്ട് ക്ലാസ്. അബ്സ്ട്രാക്ട് ക്ലാസ്സിന്റെ അകത്ത് എന്തുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, അൺകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, അതാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സിന്റെ പ്രത്യേകത. അതിൽ എന്തുണ്ടായിരിക്കും, കംപ്ലീറ്റ് ആയിട്ടുള്ളതും കംപ്ലീറ്റ് അല്ലാത്തതുമായ മെത്തേഡ്സ് എല്ലാം ഉണ്ടാവും. അതായത് അബ്സ്ട്രാക്ട് മെത്തേഡ്സും നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സും ഉണ്ടാവും. ഓക്കെ, അതിനെ യൂസ് ചെയ്യണമെങ്കിൽ, ഇതിന്റെ പ്രത്യേകത യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. എന്താണ് അത്, അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണ്, അത് പാർഷ്യലി ഇൻകംപ്ലീറ്റ് ആണ് അല്ലെ, ഇൻകംപ്ലീറ്റ് ആണ്. അതായത് ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ, അബ്സ്ട്രാക്ട് ക്ലാസ് ക്യാൻ കണ്ടെയ്ൻ എന്താണ്, അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. ഓക്കെ, ഇനി അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെത്തേഡ്സ് which has abstract keyword like abstract keyword given at declaration and that doesn't have a body, or it has only the function header. Okay, method header മാത്രമേ ഉണ്ടാവുള്ളൂ, അതാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്. അപ്പൊ അബ്സ്ട്രാക്ട് മെത്തേഡ്സിനെ ഉൾക്കൊള്ളിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ എന്താ വിളിക്കുക, അബ്സ്ട്രാക്ട് ക്ലാസ്. ഇനി അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി കനോട്ട് ഡയറക്ട്ലി ക്രിയേറ്റ് ഒബ്ജക്റ്റ് ഓഫ് abstract. We cannot directly create object of a abstract class. ഇത് നിർബന്ധമായിട്ട് നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യം കേട്ടോ, അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പറയുന്നത്. ഒരു അബ്സ്ട്രാക്ട് ക്ലാസിന്റെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്റ്റ് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ടു യൂസ് ഇറ്റ് we have to
inherit it to another class, okay, comma, and implement the abstract methods. അതായത് അതിലുള്ള നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എഴുതണം, അത് കംപ്ലീറ്റ് ആക്കിയിട്ട് മാറ്റണം. ഇതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം മനസ്സിലാക്കില്ലേ? കാരണം എന്താ വെച്ചാൽ ഇത് ആൾറെഡി ഇൻകംപ്ലീറ്റ് ആണ്. ഇതിന്റെ അകത്തുള്ള ഇതിനൊന്നും ഡെഫിനിഷൻസ് ഉണ്ടാവില്ല, കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഡെഫിനിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിന് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ഇതിന്റെ ഡെഫിനിഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ സിസ്റ്റത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് എന്താ ചെയ്യേണ്ടത് ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യണം, ഇൻഹെറിറ്റ് ചെയ്യണം വേറെ ക്ലാസ്സിലേക്ക്. എന്നിട്ട് അതിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അതിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഇനി ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ള വേറെ സംഭവമാണ് ഇന്റർഫേസ് എന്നുള്ളത്. ഇന്റർഫേസ്, അപ്പം ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇന്റർഫേസിന്റെ പ്രത്യേകത അത് ഫുള്ളി എന്തായിരിക്കും, നേരത്തെ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ കേസ് പറഞ്ഞപ്പോൾ അത് പാർഷ്യലി ഇൻകംപ്ലീറ്റ് ആണ്. അതിൽ കംപ്ലീറ്റ് ആയ ഫങ്ഷൻസ് ഉണ്ടാവും, കംപ്ലീറ്റ് അല്ലാത്ത ഫങ്ഷൻസ് ഉണ്ടാവും അല്ലെ. ഇന്റർഫേസ് എന്ന് പറഞ്ഞാല് പിന്നെ അതിന്റെ അകത്ത് അത് ക്ലാസ് പോലെ തന്നെയാണ്, അതിന്റെ അകത്തുള്ള എല്ലാ ആളുകളും എന്തായിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇന്റർഫേസ് എന്നുള്ള കീവേഡാണ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലാസ് ഇന്റർഫേസ് എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്റർഫേസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, പബ്ലിക് ഇന്റർഫേസ്, ന്യൂ ഇന്റർഫേസ്. അപ്പൊ അതിലൊരു മെത്തേഡ് ഉണ്ട്, എന്താണ്, പബ്ലിക് വോയിഡ് ആഡ്സ്. അപ്പൊ അതെന്താണ്, ഇൻകംപ്ലീറ്റ് ആണ്. പബ്ലിക് വോയിഡ് സബ്സ്. ഓക്കെ, അതെന്താണ്, പിന്നെ വേറെ മെത്തേഡാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ പബ്ലിക് വോയിഡ് മൾട്ടിപ്ലൈ. ഇനി ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ഇവിടെ എഴുതാൻ നോക്കിയാൽ തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല അല്ലേ. കാരണം എന്താണ്, അങ്ങനെ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം എന്താണ്, ഇൻകംപ്ലീറ്റ് ആണ്. ഇനി ഇതിനെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇന്റർഫേസ് ഉപയോഗിക്കണമെങ്കിൽ ഈ പേര് നമുക്ക് എന്തും കൊടുക്കട്ടോ, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇതിന് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിന്റെ എല്ലാ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ എന്തിന്റെ ഡെഫിനേഷൻ കൊടുക്കേണ്ടി വരും. അപ്പം ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക. ഓക്കെ, പബ്ലിക് ക്ലാസ് ഒരു പേരാണ്, ജസ്റ്റ് ഒരു പേരാണ്, ഇംപ്ലിമെന്റ് ഇന്റർഫേസ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇംപ്ലിമെന്റ്സ് ആരെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണത്, ഇയാളെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ന്യൂ ഇന്റർഫേസ് ഇയാളെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അയാൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഓക്കെ, ഇംപ്ലിമെന്റ് ഓൾ അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കണ്ടോ, മുന്നേ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്ന 3 ആളുകളുണ്ടല്ലോ, 3 മെത്തേഡ്സ്. ഈ 3 മെത്തേഡ്സിന് എന്ത് ചെയ്യണം, ഇവിടെ ഓവർറൈഡ് ചെയ്യണം. ഓവർറൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, അവർക്ക് പുതിയ ഡെഫിനിഷൻ നമ്മളിവിടെ നൽകണം. അതായത് ആ ഫംഗ്ഷൻ ഇവിടെ ഒന്നുകൂടി എഴുതണം, ആ പേര് ഇവിടെ ഒന്നുകൂടി എഴുതണം. അബ്സ്ട്രാക്ട് മെത്തേഡ് ആകുമ്പോൾ ഇത് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഇന്റർഫേസ് നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്, ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകളല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊരു കേസാണ്. ഇനി സപ്പോസ് നമ്മൾ വിചാരിക്കാം ഇവരെല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യണം, ഡെഫിനിഷൻ തരുന്ന കുറച്ച് പേർ ഡെഫിനിഷൻ എഴുതാൻ മതി എന്ന് വിചാരിക്കാം. അങ്ങനെ നമുക്ക് തോന്നുക. അപ്പൊ അങ്ങനെയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം പറ്റില്ല. കാരണം ഇവിടെ എന്തായിരിക്കും, എറർ കാണിക്കും. കാരണം എന്താണ്, ഈ ഇന്റർഫേസിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇന്റർഫേസ് ആണ് ശരിക്കും എന്താണ്, ഒരു പ്രൊജക്ടറിന്റെ ബട്ടണൊക്കെ പോലെയാണ്. അപ്പൊ നമുക്ക് ബട്ടൺസ് ഒരു മൊബൈലിന്റെ അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വിചാരിക്കും. അപ്പൊ നമ്മൾ മൊബൈലിന് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കും, വോളിയം പ്ലസ് ബട്ടൺ, വോളിയം ലോ ബട്ടൺ, പവർ ഓൺ ഓഫ് ബട്ടൺ, ഇല്ല അങ്ങനെ കുറച്ച് ബട്ടൺസ് നമ്മൾ പറഞ്ഞു. അതുപോലെ കുറച്ച് ബട്ടൺസ് പറയുന്ന പോലെ കുറച്ച് ഈ ബട്ടൺസിലെ ഇന്റർഫേസുകളാണല്ലോ. അതുപോലുള്ള ഇന്റർഫേസുകൾ നമ്മൾ എന്തിനാ പറഞ്ഞു, ആഡ്, മൾട്ട്, സബ്, ഏതൊക്കെയാണ് അതിന്റെ ഇന്റർഫേസുകൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ അകത്ത് എന്താണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ, ബട്ടൺ നിൽക്കുമ്പോൾ അതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഇന്റർഫേസിന്റെ അകത്ത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പം അതിന്റെ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപം എങ്ങനെയാണ്, പബ്ലിക്, പിന്നെ ഇന്റർഫേസിന്റെ കീവേഡ് യൂസ് ചെയ്യുക, പിന്നെ ഒരു പേര് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ പ്രൊജക്ടർ ആണെങ്കിൽ പ്രൊജക്ടർ, മൊബൈൽ ഫോൺ പേര് കൊടുക്കുക. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ അകത്ത് വേണ്ട എന്തൊക്കെയാണോ മെത്തേഡ്സ് വേണ്ടത് ആ മെത്തേഡ്സിന്റെ എല്ലാം പേര് ഡെഫിനിഷൻ എഴുതും. ഓക്കെ, അതിന് ഒരാൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യുമ്പോൾ
ഇംപ്ലിമെന്റ്സ് എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എക്സ്റ്റെൻഡ് അല്ല യൂസ് ചെയ്യുക. എക്സ്റ്റെൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ്സിന് അല്ലെങ്കിൽ ഏത് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇംപ്ലിമെന്റ്സ് ആണ് കൊടുക്കുക. ഒരു ഇന്റർഫേസിന് ആകുമ്പോൾ ഇംപ്ലിമെന്റ്സ് ആണ് പേര് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള ഇന്റർഫേസിലുള്ള എല്ലാ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സിന് ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ് ബീൻസിലൊക്കെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കാണിച്ചു. ഓക്കെ, ഇംപ്ലിമെന്റ് അബ്സ്ട്രാക്ട് ഓൾ മെത്തേഡ്സ്. അപ്പോൾ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സും സത്യത്തിൽ ഇവരൊക്കെ എന്താണ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആണല്ലേ, നമുക്കറിയാലോ. ഇവിടെ നമ്മൾ അബ്സ്ട്രാക്റ്റിന് പേര് കൊടുത്ത് വിചാരിക്കാം, കുഴപ്പമില്ല. പേര് കൊടുത്താലും ഇല്ലെങ്കിൽ എന്താണ് ആൾറെഡി എന്താണ് അബ്സ്ട്രാക്ട് ആണ്. 3 ആളുകളും അബ്സ്ട്രാക്ട് ആണ് അല്ലേ, കാരണം എന്താണ് ഇത് ഇൻകംപ്ലീറ്റ് ആണല്ലോ. അപ്പം പാർഷ്യലി ആണ് ആരുടെ കേസിൽ ഈ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ക്ലാസ്സിന്റെ പേര് നമ്മൾ കൊടുത്തിരുന്നല്ലോ നേരത്തെ പറഞ്ഞപ്പോൾ. നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ട് അബ്സ്ട്രാക്ട് എന്ന കീവേഡ് കൊടുക്കണം ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ. കാരണം ഇതിൽ ചിലത് കംപ്ലീറ്റ് ആവാം, ചിലത് കംപ്ലീറ്റ് അല്ലാതിരിക്കാം അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ. പക്ഷേ ഒരു ഇന്റർഫേസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എല്ലാ ആളുകളും എന്തായിരിക്കണം, നിർബന്ധമായിട്ടും അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കണം. അതായത് എല്ലാ ആളുകളും അബ്സ്ട്രാക്ട് ആയിരിക്കും. ഓക്കെ, അതിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ്സിന്റെ അകത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ്സ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കണം. ഓക്കെ, പബ്ലിക് ക്ലാസ് ഇംപ്ലിമെന്റ് ഇന്റർഫേസ് ഇംപ്ലിമെന്റ്സ്, ഈ കീവേഡ് ഓർത്ത് ഇംപ്ലിമെന്റ്സ് ന്യൂ ഇന്റർഫേസ്. ഓക്കെ, നമ്മുടെ ഇന്റർഫേസിനെ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി അവിടെ ഈ ഒരു ക്രോസ് എക്സെപ്ഷൻ ഉള്ളത് നമ്മൾ കൊടുക്കണമെന്നില്ല. ഓക്കെ, ഇവിടെ എന്ത് ചെയ്താൽ മതി, ഓവർറൈഡൊന്നും അത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. നിങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഓവർറൈഡിങ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ആഡ് ഓവർറൈഡ് അനോട്ടേഷൻ ആണ്, അനോട്ടേഷൻ വേണമെങ്കിൽ കൊടുക്കാതെ. ഓക്കെ, അത് നിങ്ങൾ ഇത് ഓവർറൈഡ് ചെയ്യപ്പെട്ടതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അതില്ലെങ്കിൽ ഇത് വർക്കിംഗ് ഇഷ്യൂ ഒന്നും വരില്ല. അനോട്ടേഷൻ ഉണ്ടെങ്കിൽ നല്ലത്. കാരണം മുന്നുള്ള ഒരു ക്ലാസിന്റെ പ്രതിനിധി നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇവിടെ മാറ്റം വരുത്തുന്നത് അറിയിക്കണം. അപ്പോൾ ഓവർറൈഡിങ് എന്ന് പറഞ്ഞാൽ അതത്രേ ഉള്ളൂ. പാരന്റ് ക്ലാസിന്റെ അല്ലെങ്കിൽ പാരന്റ് ഇന്റർഫേസിന്റെ ഒക്കെ ആൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിനെ നമ്മളിവിടെ മാറ്റം വരുത്തുന്ന പ്രതിഭാസം എന്ന് പറയുന്ന പേരാണ് ഓവർറൈഡിങ് എന്നുള്ളത്. അപ്പൊ അതുകൂടി ഇതിന്റെ കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, ഒന്നുകൂടി പറയാം, അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. ഓക്കെ, അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് അബ്സ്ട്രാക്ട് ക്ലാസിന്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകളും കംപ്ലീറ്റ് അല്ലാത്ത ആളുകളുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാവും. അവര് നോർമൽ രൂപത്തിൽ നമ്മൾ അതിന് പിന്നെ ഹെഡ് ഉണ്ടാവും, അതിന് ബോഡി കൊടുത്തിട്ടുണ്ടാവും. ഈ നോർമൽ അല്ലാത്ത ആളുകൾ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള മെത്തേഡ്സ് പറഞ്ഞാൽ അതിന് ഹെഡ് ഉണ്ടാവും, ബോഡി ഉണ്ടാവും, സെമി കോളത്തിൽ അവസാനിക്കും. ഓക്കെ, ഇനി അവർ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരെ വേറൊരു ക്ലാസിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഹെറിറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാം, അപ്പോൾ ഇതാണ് ക്ലാസ് സാമ്പിൾ എക്സ്റ്റെൻസ് അബ്സ്ട്രാക്ട് ക്ലാസ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇൻഹെറിറ്റ് ചെയ്യും. ഇൻഹെറിറ്റ് ചെയ്താൽ തന്നെ ഇവിടെ നിർബന്ധമായിട്ടും നേരത്തെ നമ്മൾ പകുതി ഡിഫൈൻ ചെയ്ത് വെച്ച ഹെഡിങ് മാത്രം ഡിഫൈൻ ചെയ്ത് വെച്ച ആളുകളെല്ലാം ഓവർറൈഡ് ചെയ്യണം. ഓക്കെ, ഓവർറൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, പുതിയൊരു ഡെഫിനേഷൻ നമ്മൾ ഇവിടെ നൽകണം. അതിന്റെ ബോഡി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ട ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ സാമ്പിൾ, ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിൽ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് ഇന്റർഫേസ് ആണ്. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് ക്ലാസ് തന്നെയാണ്, പക്ഷെ കംപ്ലീറ്റ്ലി അബ്സ്ട്രാക്ട് ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഈ അബ്സ്ട്രാക്ട് ക്ലാസ് എന്നുള്ളത് പാർഷ്യൽ ആണ് അല്ലേ, കാരണം പാർഷ്യൽ ഇൻകംപ്ലീറ്റ്, ചിലത് ഉണ്ട് ചിലത് കംപ്ലീറ്റ് അല്ല. പക്ഷെ ഇന്റർഫേസ് ആകുമ്പോൾ അതിലെല്ലാം ഇൻകംപ്ലീറ്റ് ആണ്, ഒറ്റൊന്നും കംപ്ലീറ്റ് അല്ല. ഓക്കെ, അപ്പൊ എല്ലാം ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലുള്ള എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഡെഫിനിഷൻ നൽകണം. അപ്പൊ അതിന്റെ സാമ്പിൾ നമ്മൾ ഇവിടെ കാണിച്ചു. ഈ ഒരു ഇന്റർഫേസിനെ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ യൂസ് ചെയ്യണം. അപ്പം ക്ലാസ് ഏതും ക്ലാസ് തന്നെയാണ്. ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ഇംപ്ലിമെന്റ്സ് എന്നാണ് പറയുന്നത്, ഇംപ്ലിമെന്റ്സ് ന്യൂ ഇന്റർഫേസ്. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇവിടെ ആഡ്സ്, സബ്സ്ട്രാക്ട്സ്, മൾട്ടിപ്ലൈ 3 മെത്തേഡ്സ് ആണ് ഇവിടെ ഉണ്ടായത്. 3 ആൾക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡെഫിനിഷൻ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാം, സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റർ ഓക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാൻ ഈ ഇന്റർഫേസിൽ പറയുന്നത് അഡിഷൻ എന്ന് പറഞ്ഞാൽ 2 വാല്യൂ സ്വീകരിക്കണം, സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ 2 വാല്യൂ സ്വീകരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ അങ്ങനെ കൊടുത്തു വിചാരിക്കും. ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ, ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാത്തിനും ഞാൻ
ഈ പ്രൊജക്ട് മാനേജറുടെ കേസ് പറഞ്ഞല്ലോ, ഒരു എക്സാമ്പിൾ ആലോചിച്ചാൽ പ്രൊജക്ട് മാനേജർ അത് ഡിഫൈൻ ചെയ്തിട്ടാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഇന്റർഫേസുകൾ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാമിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം, അതിന് അതേ രൂപത്തിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് വാല്യൂസ് ഇൻപുട്ട് അയക്കുന്നില്ലേ, പക്ഷെ ഇവിടെ എറർ വരുന്നത് എന്താണ്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കാരണം, ഇവിടെ ഇൻപുട്ട് ആയിട്ട് രണ്ട് വാല്യൂ സ്വീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഇൻപുട്ട് ആയിട്ട് വാല്യൂ സ്വീകരിക്കണം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻസിനെ മാറ്റേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ ഇംപ്ലിമെന്റ് ഓൾ അബ്സ്ട്രാക്ട് ക്ലാസ്സസ്, ആഡ് എന്നുള്ളതിന് രണ്ട് ഇൻപുട്ട് വാല്യൂസ് വന്നു അല്ലേ, ഇവിടെ കാണും രണ്ട് ഇൻപുട്ട് വാല്യൂസ് വന്നു, അബ്സ്ട്രാക്റ്റ് രണ്ട് ഇൻപുട്ട് വാല്യൂസ് വന്നു, മൾട്ടിപ്ലിക്കേഷൻ ഇൻപുട്ട് വാല്യൂസ്. ഇപ്പോൾ ഓക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിന്റെ പിന്നെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് സ്റ്റാറ്റിക് void main, okay, implement interface obj equal to new implement interface, okay, new obj dot adds of 4,5 നോട്ട് രണ്ട് വാല്യൂസ് പാസ് ചെയ്യും. ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് സം ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് സം ഈസ് ഈക്വൽ ടു പ്ലസ് അങ്ങനെ ബ്രാക്കറ്റിൽ ഇടണം. ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം എന്തായിട്ട് മാറും, സ്ട്രിങ് അഡീഷൻ ആയിട്ട് മാറും. നമുക്ക് റൺ ചെയ്താൽ റൺ ഫയൽ ഓക്കെ, സം ഈക്വൽ ടു 9 കൂടെ റിസൾട്ട് വന്നിട്ട് അങ്ങനെയാണ് എന്തുള്ളത് നമ്മുടെ ഇന്റർഫേസും അബ്സ്ട്രാക്ട് ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ യൂസ്. ഓക്കെ, ഇവിടെ അബ്സ്ട്രാക്ട് ക്ലാസ്സിന്റെ തിയറി കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, അബ്സ്ട്രാക്ട് മെത്തേഡ്സിന്റെ ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതിലെ എക്സാമ്പിൾസ് അവിടെ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തെടുത്ത് വരുന്നുണ്ട്. അതാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. അതിന് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ട് വേണം അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി അതുപോലെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിൽ സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ഇന്റർഫേസ് ജാവ ഇന്റർഫേസസ്. ഓക്കെ, നോട്ടിൽ ഓരോ ടോപ്പിക് സെർച്ച് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിലൊന്നും മനസ്സിലാവുന്ന ഭാഷയിലാണ് കാര്യങ്ങൾ, സിമ്പിൾ ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രിഫർ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇന്റർഫേസ് നല്ല റെഫറൻസ് ടൈപ്പ് ഇൻ ജാവയാണ്. ഓക്കെ, കളക്ഷൻ ഓഫ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ്, അബ്സ്ട്രാക്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സിന്റെ ഒരു കളക്ഷൻ ആണ് അതിലുണ്ടാവുക. ഓക്കെ, അതിൽ ഇന്റർഫേസിനകത്ത് കോൺസ്റ്റൻസ്, ഡിഫറെന്റ് മെത്തേഡ്സ് എക്സെട്ര ഉണ്ടായിരിക്കും. It is similar to a class in which abstract can contain any number of methods. Methods അതിൽ ഉണ്ടാവാം. ഓക്കെ, ഇന്റർഫേസ് എന്നുള്ളത് നമ്മൾ എഴുതുന്നത് ഡോട്ട് ജാവ എക്സ്റ്റൻഷൻ തന്നെയാണ്. അതിന് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ട് ക്ലാസ് ആയിട്ടുള്ള ഫയൽ തന്നെയാണ് വരും. പിന്നെ അതിലെ ഡിഫറൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് നമുക്ക് അതിന്റെ ഒബ്ജക്റ്റ് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ്. അതിൽ കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവില്ല. കൺസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞിരുന്നില്ല, ക്ലാസിന്റെ അതേ പേരുള്ള മെത്തേഡിനാണ് നമ്മൾ കൺസ്ട്രക്ടർ, അതുണ്ടാവില്ല. അതിലുള്ള എല്ലാ മെത്തേഡ്സും അബ്സ്ട്രാക്ട് ആയിരിക്കണം, എല്ലാ മെത്തേഡ്സും ഇൻകംപ്ലീറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇന്റർഫേസിലുള്ള ആളുകളെല്ലാം എന്തായിരിക്കണം, ഇൻകംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി ഒരു പിന്നെ ഇന്റർഫേസിന് എക്സ്റ്റെൻഡ് മൾട്ടിപ്പിൾ ഇന്റർഫേസ്, ഇന്റർഫേസിന് വേറെ ഇന്റർഫേസിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻസ് വേറെ ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പം വാട്ടർ ക്ലോസർ എന്നുള്ളത് വേറൊരു ഇന്റർഫേസ് ആണ്, അയാൾ എന്ത് ചെയ്യാം, ഇയാൾക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, മൾട്ടിപ്പിൾ ആളുകൾ എക്സ്റ്റെൻഡ് ചെയ്യാം. ചെയ്യുന്ന രൂപം എങ്ങനെയാണ്, ഇന്റർഫേസിൽ കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇന്റർഫേസ് ആനുവൽ ഈറ്റിയും ട്രാവൽ ചെയ്യും. ഇനി എങ്ങനെ ഏറ്റവും ട്രാവൽ ചെയ്യുന്നുള്ള നമ്മൾ കോഡ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ഇയാളെ ഈ ഒരു ഇന്റർഫേസിൽ നമ്മൾ വേറെ ക്ലാസ്സിന്റെ അകത്തേക്ക് എന്ത് ചെയ്യണം, അത് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. ഇനി
ഫൈനൽ എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്ലാസിന്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പം ഇന്റർഫേസ് ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഏരിയ ആണ് അവിടെ വരുന്നത്. ഫൈനൽ എന്നുള്ള ഒരു പിന്നെ നമ്മൾ ഇവിടെ ഫൈനൽ യൂസ് ചെയ്തില്ലേ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സാമ്പിൾ ക്ലാസ്. ഓക്കെ, ഇത് നമ്മൾ എക്സ്റ്റെൻഡ് എല്ലാം ഒഴിവാക്കി മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, ഈ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ക്ലാസ്സിനെ ഇതിലേക്ക് ഇൻഹെരിറ്റ് ചെയ്യണം വിചാരിക്കാം. ഓക്കെ, നമ്മൾ വേറെ ക്ലാസ്സിന്റെ പേര് എഴുതാണ്, പബ്ലിക് ക്ലാസ് another class, പബ്ലിക് ക്ലാസ് another class. ഇതിന് ആളുടെ ഒരു പബ്ലിക് ക്ലാസ്സിന്റെ അകത്ത് ക്ലാസ്, പ്രൈവറ്റ് ക്ലാസ്, ഡിഫോൾട്ട് ക്ലാസ്. ഓക്കെ, ഇനി ഈ ക്ലാസ് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം, എക്സ്റ്റെൻസ് another class. ഇപ്പൊ എന്ത് ചെയ്തു, ഇയാളെ ഇങ്ങോട്ടേക്ക് ഇൻഹെരിറ്റ് ചെയ്തു അല്ലേ. പക്ഷെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഈ ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ എന്ന് കീവേഡ് കൊടുക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിന് ഫൈനൽ എന്ന് കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്നത് ഇനി ഇയാളെ ആർക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല എന്നതിന്റെ അർത്ഥം. മനസ്സിലായി? അപ്പൊ ഇവിടെ വേറെ നോക്കിയാൽ കാണാൻ പറ്റും, cannot inherit from final another class. അപ്പൊ ഫൈനൽ ആയിട്ട് നിങ്ങൾ ഒരു കീവേഡ് ഒരു പിന്നെ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളെ വീണ്ടും ഇൻഹെറിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ക്ലാസ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ എന്ന് പറയും. ചില അവസരങ്ങൾ അങ്ങനെ കൊണ്ടുവരും, അതിന് മോഡിഫിക്കേഷൻ വരുത്താൻ പാടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫൈനൽ എന്നുള്ള കീവേഡ് അവിടെ യൂസ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ആൾക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫൈനൽ എന്നുള്ള കീവേഡ് ഒഴിവാക്കി എന്ത് ചെയ്യാം, കുഴപ്പമില്ല, അതിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ ചില ക്ലാസ്സുകൾ എന്ത് ചെയ്യും, ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, പിന്നെ അതിനെ യൂസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ വീണ്ടും യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലാക്കി മാറ്റും. ഇനി സാമ്പിൾ എന്നുള്ള ക്ലാസ്സിന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇൻഹെറിറ്റൻസിന്റെ കൂടെ ഫൈനലിന്റെ യൂസ് പറയുന്നത്. So that's the end of second module. കുറച്ച് ലെങ്തി മൊഡ്യൂൾ ആയിരുന്നു, പക്ഷേ ഒരുപാട് അതിൽ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിലും അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഡെവലപ്മെന്റ് ഏരിയയിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏത് നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇതിന്റെ അതേ രൂപം തന്നെയാണ് യൂസ് ചെയ്യണം. നമ്മൾ ഡാർട്ടിന്റെ കേസിൽ, C# കേസിൽ ഓക്കെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അതിന്റെ സിന്റാക്സിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ, പക്ഷെ ബേസിക്കലി അതിന്റെ അകത്ത് നടക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.